അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 അവസാനിച്ച് അനുമോള് കപ്പും കൊണ്ട് പോയിരിക്കുകയാണ്. എനിക്ക് അനീഷിന് കപ്പ് കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അനുമോൾക്ക് കിട്ടി. പക്ഷെ ഞാൻ സന്തോഷവാനാണ്. കാരണം എനിക്കിഷ്ടമില്ലാത്ത കുറേ റീ എൻട്രീസ് അതിൻ്റെ ഉള്ളിൽ കയറി അനുമോളെ കൂട്ടം കൂടി ഇന്ന് ആക്രമിച്ചപ്പോൾ എനിക്ക് തോന്നി അനുമോൾക്ക് ആ കപ്പ് കിട്ടിയാൽ മതി. അങ്ങനെ അനുമോൾ ആ കപ്പ് കൊണ്ടുപോയി. വളരെ സന്തോഷമുണ്ട്. പക്ഷേ ബിഗ് ബോസ് സീസൺ 7 തീർന്നതിൽ ഞാൻ വളരെ വളരെ വിഷമിക്കുകയാണ്. അതായത് നമുക്കുള്ള കുറേ കണ്ടൻറ്റുകളുണ്ടായിരുന്നു. കണ്ടൻറ്റുകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തത് ബിഗ് ബോസ് സീസൺ 8 ആണ്. സ്വാഭാവികമായിട്ടും ലാലേട്ടൻ ഒരു ഹിൻഡ് കൊടുത്തിട്ടാണ് പോയത്. ബിഗ് ബോസ് സീസൺ 8 പണി 7 പണി കഴിഞ്ഞു. ഇനി 8 പണി എന്ന് പറയുന്നത് അത്ര പുതുമയുള്ള കാര്യമല്ല. അപ്പോൾ 8 വേറെ എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ ആയിരിക്കും. അപ്പം അത് ബിഗ് ബോസ് സീസൺ 8 എന്താണെങ്കിലും വരും. അപ്പോൾ ഇന്ന് മുതൽ ബിഗ് ബോസ് സീസൺ 8 കയറാനുള്ള ആളുകളുടെ തിക്കും തിരക്കും ഓഡീഷനും ബഹളമൊക്കെ ആയിരിക്കും. അപ്പം അതിൻ്റെ കുറേ പ്രഡിക്ഷൻസും ഇനി നമുക്ക് കാണാൻ പറ്റും. ആരൊക്കെ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും പ്രവീൺ, പ്രണവ് ഇവരേക്ക് ഇത്തവണ ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടുള്ളതായിരുന്നു. പക്ഷെ അവരാരും പോയില്ല. അപ്പം മിക്കവാറും അടുത്ത സീസണിലേക്കും ഇവരെ വിളിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ രണ്ടുപേരെയും രണ്ടായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിന് ഉണ്ടാകാൻ പോകുന്നൊരു കണ്ടൻറ് ഉണ്ട്. അത് വല്ലാത്തൊരു കണ്ടൻറ്റാണ്. അപ്പോൾ നോക്കാം. അങ്ങനെ ഇവർ മാത്രമല്ല, ഇവരെ തുടങ്ങി ഇങ്ങനെ പല ആൾക്കാരും ബിഗ് ബോസിലേക്ക് വരുന്നു. പക്ഷേ ബിഗ് ബോസ് സീസൺ 8 ഇനി പ്രധാനമായിട്ടും ആളുകൾ നോക്കുന്നത് കോമണർ ആയിട്ട് വരാൻ പോകുന്നത് ആരാണ് എന്നുള്ളതാണ്. കാരണം കോമണറായിട്ട് ആ വീട്ടിലേക്ക് കയറിയ അനീഷ് കോമണർ എന്നുള്ളൊരു വാക്കിന്, അല്ലെങ്കിൽ ഇനി കോമണറായിട്ട് വരുന്ന ആൾക്കാർക്ക് വലിയൊരു മോട്ടിവേഷൻ കൊടുത്തിട്ടാണ് ഇപ്പം ഈ സീസൺ 7 നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയത്. കപ്പ് കിട്ടിയില്ല, പക്ഷേ കപ്പ് കിട്ടിയതിന് തുല്യമാണ്. കാരണം അത്ര അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ഇനി വരുന്ന കോമണർക്ക് ഭീകരമായ രീതിയിലൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഇനി വരുന്ന കോമണർ ആ അഡ്വാൻറ്റേജ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ 8 വേണ്ടി നമുക്ക് കാത്തിരിക്കാം.